ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി ബസ്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തൊരു ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് ആണ് കേട്ടോ. ബിക്കോസ് ഞാൻ കുറച്ച് കാലമായിട്ട് സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക് കൂടെയായിരുന്നു ഇത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്. ഓക്കെ, എൻ്റെ ചാനലിൽ കൂടുതലും വ്യൂവേഴ്സ് വരുന്നത് 18 to 25 years ആണ്. അപ് ടു 35 years വരെ കാണുന്നുണ്ട് ഡ്യൂറിങ് അനാലിസിസിന്റെ ടൈമിൽ. അപ്പം ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കോഷ്യസ് ആയിട്ടുള്ളതും അതുപോലെ അവർ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ലവ് അഫെയർ എന്ന് പറയുന്ന ഒരു കാര്യം. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും വൺസ് ഇൻ എ ലൈഫ് ടൈം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും. പക്ഷേ ഡ്യൂറിങ് കാരണം ഈ ഒരു ഏജിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് എക്സ്പോസ്ഡ് ആവുന്നത്. ചിലപ്പോൾ നമ്മൾ കോളേജിലായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം. അങ്ങനെ നമുക്ക് കൂടുതലും ഒരുപാട് നമ്മളെക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് ഉള്ള ആളുകളായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇതിലെ സം ഓഫ് ദ ട്രേറ്റ്സ് ആയിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് ഒരാളോട് ക്രഷ് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈഫിലോട്ട് ഈ ഒരു സംതിങ് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടൊന്നും വരുന്നവരായിരിക്കില്ല. ചിലർ നിങ്ങളൊരു പാഠം പഠിപ്പിക്കാനായിട്ട് വരുന്നവരായിരിക്കും ഡെഫിനറ്റ്ലി. ചിലരാണെങ്കിൽ നിങ്ങൾ അടിച്ച് താഴെ തള്ളിയിടാൻ വരുന്നവരായിരിക്കും. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളാണുള്ളത്. ഇതിൽ വളരെ കുറച്ച് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും മുന്നോട്ട് പോയിട്ട് സക്സസ് ആവുന്ന രീതിയിലും വരുന്നുണ്ട്. ഓക്കെ, എനിവേ, ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ഫീലിങ്സ് തരുവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവാണ്. നിങ്ങളുടെ എന്താണ് പറയുക, ക്യാരക്ടർ മാറുന്നു. നിങ്ങൾ അവരെന്ത് ചിന്തിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് തോട്ട് എന്നാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബെറ്റർ ചൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. പലരുടെയും അവസ്ഥകൾ, സ്റ്റേജസ് ഇൻ ലൈഫ് വിൽ ബി ഡിഫറെൻറ്റ്. ഓരോ ഏജസിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മളായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ഡാർക്ക് റിയാലിറ്റി, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. നോ ഡാർക്ക് റിയാലിറ്റി, ഇറ്റ്സ് എ റിയാലിറ്റി. അങ്ങനെയുള്ള ആളുകളെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിന് ചില സാഹചര്യങ്ങളിൽ എപ്പോഴും അത് പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെ വരാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതിനോട് അവരെങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഒരാളുടെ കോള് വരുന്നു, നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്, നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവാണ്, നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പൊ പിക്ക് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് ഈവൻ സൗണ്ട് ചേഞ്ചസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ ചേഞ്ച് ആവുകയാണ്, നമ്മുടെ ട്രേറ്റ്സ് നമ്മൾ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ചെയ്യുവാണ്, ഇമ്മീഡിയറ്റ്ലി ഓർ വിതിൻ എ ഡേ അതിനൊരു റിപ്ലൈയും കാണുന്നില്ല. അത് എന്താ പറയുക, നെഗ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ അവർക്ക് സൗകര്യമോ അപ്പോൾ സമയത്ത് ഒരു റിപ്ലൈ തരുവാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പും ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് കൂടിയൊക്കെ പാസ് ചെയ്ത് പോവേണ്ടതാണ്. കാരണം എല്ലാവരും ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും പോയി കഴിഞ്ഞാലൊന്നും നത്തിങ് വിൽ ഹാപ്പൺ. ബട്ട് ചിലരിത് കണ്ടിട്ടില്ലേ, ഇമ്മീഡിയറ്റ്ലി പോയിട്ട് തൂങ്ങിച്ചാവാണ്. ചിലരാണെങ്കിൽ അതിൽ ഡിപ്രസ്ഡ് ആവാണ്. അതിനൊന്നും ആവശ്യം ആക്ച്വലി ഇല്ല. ഈ ഒരു സ്റ്റേജസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ വലിയ കുട്ടികൾക്ക്, ഇതൊക്കെ എല്ലാവർക്കും സെയിം ആണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ ലൈഫിന്റെ ഓരോരോ എക്സ്പീരിയൻസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ദിസ് ഈസ് അബൌട്ട് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭയങ്കര ചേഞ്ചസ് വരുത്തുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്, അതായത് ആരോഗ്യകരമായിട്ടല്ലാത്ത രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ബെറ്റർ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ചിലതാണെങ്കിൽ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിലത് നമുക്ക് ഈ ഇൻഫിനിറ്റ് സ്ട്രെങ്ത് തരും. കാരണം അതിലൂടെ ആയിരിക്കും നമ്മൾ ഒരു നാളത്തെ ഒരു കാര്യത്തിന് നോക്കിക്കാണുന്നത്. ബിക്കോസ് നമ്മൾ അതിൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സും ഉണ്ട്. ഇത് രണ്ടും സംഭവിക്കാം കേട്ടോ. മിക്കവാറും ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ പാസ് ചെയ്ത് പോയിട്ട് അൾട്ടിമേറ്റ്ലി ദേ ബിക്കം ഇമോഷണലി പവർഫുൾ ആയിട്ട് വരുന്നുണ്ട് അവര്. അതൊന്നും ചേഞ്ച് ചെയ്യണ്ട. ഭാഗ്യത്തിന് അവർക്ക് അതിനുശേഷം കിട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വളരെ നല്ലതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കൂടി ഒരു പ്രത്യേകത കാണുന്നുണ്ട്. സോ ഞാനൊരു റിലേഷൻഷിപ്പ് അഡ്വൈസർ ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ ഈവൻ ആഫ്റ്റർ മാരേജസ് ആണെങ്കിൽ പിന്നെ അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള
ഒരു ഇറയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല കല്യാണം കഴിച്ച ശേഷം നീ കല്യാണം കഴിക്കുക ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്ന ആളുകളെ കാണാൻ തന്നെ പ്രയാസമാണ്. അതെന്താണ് ഇത്രയും നെഗറ്റിവിറ്റീസ് എനിക്കറിയത്തില്ല. ഞാൻ ചില സമയത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ആളുകളല്ലേ, അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലവ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ് ടു ദെൻ ബൈ ബൈ.